അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിൻ്റെ പ്രിപ്പറേഷനാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മസാല തലേന്നാട്ടാക്കി വെക്കുന്നത്. അതാകുമ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അധികം റഷ് കാണൂല. ഈ പെരുന്നാൾക്ക് ഇക്കയാട്ടോ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഭാഗം ചിന്തിക്കേണ്ടേ വന്നിട്ടില്ല. അങ്ങനെ ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഏറ്റവും സിമ്പിളാക്കാമെന്ന് വിചാരിച്ച്. കാരണം ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കേണ്ടതല്ലേ. പിന്നെ ഈ ഒരു ഈദിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ആദ്യത്തെ പെരുന്നാളാട്ടാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇക്ക് ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് നീങ്ങിയിട്ടാണ്. ബിരിയാണി ദമ്മിടുമ്പോഴേക്ക് ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതൊക്കെ റെഡിയാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് സോസ് പാസ്ത ആട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇതാട്ടാ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജീനിൻ്റെ ഒരു ഗൗണാട്ടോ. പിന്നെ ഇക്ക ഈ ഒരു ഷർട്ടാണ് വെയർ ചെയ്യുന്നത്. ഈ ഷർട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ ആ ഗൗൺ എടുത്തത്. ചെറുതായിട്ടൊരു മാച്ചില്ലേ. പിന്നെ മോൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതാട്ടാ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇക്ക ബിരിയാണി ദമ്മൊക്കെ പൊളിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇക്കൊരു കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും നമ്മളും ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.